ഹായ് ഹലോ നമസ്കാരം. നമുക്കിന്നൊരു ക്യാരറ്റ് വരയ്ക്കാം. കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ക്യാരറ്റ് വരയ്ക്കാം. അപ്പോൾ ക്യാരറ്റിൻ്റെ ഷേപ്പൊക്കെ എല്ലാവർക്കും അറിയാം. മുകളിൽ കുറച്ച് വീതി കൂടുതലും അടിയിലേക്ക് വീതി കുറവായിട്ട് നമ്മൾ അതിൻ്റെ ഷേപ്പ് വരച്ചെടുത്തു. അതിന് കുറച്ച് ഇലകളും വരച്ചു. ഇനി നമ്മൾ പാരൽ ഹാച്ചിങ് വഴി ഷെയ്ഡ് ചെയ്യണം കേട്ടോ. ഒരേപോലെ അങ്ങനെ പാരൽ ഹാച്ചിങ് കുറച്ച് ക്ഷമയൊക്കെ വേണം. ഫസ്റ്റ് ലെയർ നമ്മൾ കൊടുക്കണം. ഞാൻ എപ്പോഴും പറയാറ് ഹൈലൈറ്റ് വിട്ടിട്ട് വേണം ഷെയ്ഡ് ചെയ്യാമെന്ന്. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഹൈലൈറ്റ് ഇപ്പോൾ വിടണില്ല, നമ്മൾ മാച്ചിട്ടാണ് ഹൈലൈറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ലെയർ. അപ്പോൾ അതിൻ്റെ അടിഭാഗത്താണ് കുറച്ച് ഡാർക്ക്നെസ് കൂടുതൽ. അപ്പോൾ ഞാൻ വേറൊരു പെൻസിൽ ഉപയോഗിക്കുകയാണ്, 10B പെൻസിലാണ്. അപ്പോൾ അത് വെച്ചിട്ട് ശരിക്കും ഈ പെൻസിൽ തന്നെ വെച്ചിട്ട് ലെയർ ബൈ ലെയർ ആയിട്ട് ചെയ്ത് ഡാർക്ക്നെസ് കൂട്ടാൻ നമുക്ക് പറ്റും. ഒരു പെൻസിലേ ഉള്ളുവെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലും നമുക്ക് മുഴുവൻ സ്പീഡിൽ കാണിക്കണമെങ്കിൽ കുറച്ച് ഡാർക്ക്നെസ് കൂടുതൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തത്. അപ്പോൾ ഡാർക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ട് വീണ്ടും അടിയിൽ നിന്ന് മുകളിലേക്ക് ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ഭാഗം വിട്ടിട്ടാണ് ഷെയ്ഡ് ചെയ്യണത്. കണ്ട, അത് നമ്മൾ ഹൈലൈറ്റിന് വേണ്ടി വിടാൻ വേണ്ടിയിട്ട് കൂടുതൽ ഡാർക്ക്നെസ് എന്നിട്ട് മായ്ക്കുമ്പോൾ കുറച്ച് ഹൈലൈറ്റ് കുറയും. അതുകൊണ്ടാണ് ആ ഭാഗം വിട്ടിട്ട് ചെയ്തത്. ഇപ്പോൾ ഞാൻ റബ്ബ് ചെയ്തു, സ്മഡ്ജ് ടൂൾ ഉപയോഗിച്ചിട്ട് സ്മഡ്ജ് ചെയ്യണം. എന്നിട്ട് അടിയിൽ നിഴൽ മസ്റ്റാണെന്ന് ഞാൻ പറയാറുണ്ടല്ലോ. 3 ഡയമെൻഷണൽ ഫീലിംഗ് വരണമെങ്കിൽ നിഴലും കൂടെ വരയ്ക്കണം. അപ്പോൾ നമ്മളുടെ ലൈറ്റ് സോഴ്സ് ലെഫ്റ്റ് ടോപ്പിൽ നിന്നാണ് ലൈറ്റ് വരുന്നതെന്നാണ് നമ്മൾ സങ്കല്പിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിഴൽ ഇപ്പുറത്തെ സൈഡിലാണ് നമ്മൾ ഇലകളും വരച്ചു കൊടുക്കുന്നുണ്ട്. ഇലകളിലെ ഒരു സൈഡ് നമ്മൾ ഡാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി ലൈറ്റ് ആക്കണം. ഇനി അടിഭാഗത്ത് കുറച്ചും കൂടെ ഡാർക്ക്നെസ് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് കുറച്ചും കൂടെ ഹൈലൈറ്റ് ആക്കാൻ വേണ്ടി ഞാൻ കുറച്ചും കൂടെ ഭാഗം മാച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ക്യാരറ്റിന് ഒരു ചെറിയ ചെറിയ ഷേപ്പുകളുണ്ട്. അത് നമ്മൾ ലാസ്റ്റാണ് വരയ്ക്കുന്നത്. ആ ഷേപ്പുകളും വരച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്യാരറ്റ് റെഡിയായി. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വരച്ച് നോക്കുക. താങ്ക് യു.